നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വരുൺ വരുൺ കുട്ടി ആ മരുന്ന് എടുത്തോളൂ. അതെ, സൂര്യയുടെ കാര്യത്തിലെ എന്നെക്കാൾ ഉത്സാഹം നീ കാണിക്കണ്ട. എന്റെ ഭർത്താവിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ബാക്കിയുള്ള മരുന്നുകൾ കൂടി അരച്ചെടുക്കാം. പറഞ്ഞത് കേട്ടില്ലേ? പെട്ടെന്ന് പോയി അരച്ചെടുത്തോണ്ട് വാ. ചെല്ല്. ഇപ്പൊ അരച്ചോണ്ടേ. ഭഗവാനേ, അമ്മേ, കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ പ്രതീക്ഷ ഫലിക്കും. ധൈര്യമായിട്ടിരുന്നു. ഈശ്വര. എന്തായാലും നന്നായി അല്ലേ പത്മിനി? ഇങ്ങനൊരു കാര്യം നടക്കുമ്പോ ഇത്രയും ആത്മാർത്ഥതയുള്ളൊരു കുട്ടി കൂടെ ഉണ്ടാവുന്ന എന്നെ ഭാഗ്യ. പറയാനുണ്ടോ അമ്മേ? സത്യം പറഞ്ഞ എന്റെ മനസ്സ് പറയുന്നത് എന്നും ആ കുട്ടി ഇവിടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലെന്നാ. ഉണ്ടാവോ അമ്മേ? അല്ല, ഏട്ടന്റെ ചികിത്സ കഴിയുന്നത് വരെ രാധിക ഉണ്ടാവുന്ന, അതാ ഞാൻ ഉദ്ദേശിച്ചേ. എന്താ? അല്ല, മരുന്നരക്കണ്ടേ? ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. തനിച്ച് ചെയ്യണ്ട. അതെ, ഇതെനിക്ക് തനിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഷെയർ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനും കൂടാ. കൈയെടുക്കരുത്. മരുന്ന് പെട്ടെന്ന് വേണമെന്ന്. പെട്ടെന്ന് വേണമെങ്കിൽ മാറിയാലല്ലേ പറ്റൂ. മാറണ്ട. ഇങ്ങനെ എന്ത് രസം. അല്ല, ഈ മരുന്ന് ഇങ്ങനെ അരയുന്നത് കാണാനേ നല്ല രസമാണ്.
നോക്കട്ടെ. ഉം. ആ, അപ്പൊ ചിരിച്ചല്ലോ. മഹാഭാഗ്യം. അപ്പോഴേ ഇനി മുതൽ എന്നും മരുന്നരയ്ക്കുന്ന ഡ്യൂട്ടി നമുക്ക് രണ്ടുപേർ കൂടെ ചെയ്യാം. ഉം. ഞാൻ മരുന്നരയ്ക്കുന്ന നിർത്തുക. നാളെ മുതൽ തനി അങ്ങ് അരച്ചു കൊടുത്താൽ മതി. ഐ, അത് പറ്റില്ല. ആ. അതെ, ചികിത്സ മാത്രം പോരാ, പ്രാർത്ഥനയും വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഏറ്റവും നന്നായിട്ട് ചികിത്സിക്കാൻ അറിയാവുന്ന ആളിന് വേണ്ടി പ്രാർത്ഥിക്കാനും. ഏട്ടൻ എഴുന്നേറ്റ് നടക്കണം. ഒപ്പം ഒന്നിച്ച് നടക്കാൻ എനിക്കും നിനക്കും പറ്റണം. വരുൺ, ശ്ശോ. വരുൺ, വരുൺ. ചേച്ചി, ആ? വരുൺ ഇങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ല. ആ, അതാ ഇവിടെ ഉണ്ട്. രാധിക, ഇതല്ലേ ആ മുക്കുറ്റി? ആ, അതെ. താഴെ വീണ മരുന്നെടുത്ത് വെക്കാൻ സഹായിക്കായിരുന്നു. വരുൺ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ? വരുൺ ഈ ജ്യൂസ് കുടിച്ചേ. കുടിക്ക്. വരുൺ കുടിക്കാനല്ലേ പറഞ്ഞ? ചേച്ചി, ഇനി മരുന്ന് എന്തെങ്കിലും വേണമെങ്കിൽ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. വെറുതെ വരുണിനെ ബുദ്ധിമുട്ടിക്കണ്ട. വാ വരുൺ. നിങ്ങൾ കൊണ്ടുവന്ന കക്ഷികൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടമായില്ലേ? പ്രോപ്പർട്ടി അവർക്ക് ഇഷ്ടമായി മാഡം. എത്രയും പെട്ടെന്ന് ഡീല് നടത്താൻ അവർ തയ്യാറുമാണ്. പക്ഷെ ബില്ലയുടെ കാര്യത്തിൽ ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. സെന്റിന് 10 ലക്ഷം എന്ന് പറയുന്നത് ആ ഏരിയ കുറച്ച് കൂടുതലാണ്. 9 ലക്ഷത്തിനാണെങ്കിൽ അവർ തയ്യാറുമാണ്. നിങ്ങൾ ബ്രോക്കർമാരുടെ സൂത്രമൊക്കെ എനിക്കറിയാം. 9 വാങ്ങിച്ചു കൊടുത്ത ജഗദീഷിന് എന്താ ലാഭം? അയ്യോ, എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല മാഡം. പിന്നെ എനിക്ക് എന്റെ കമ്മീഷൻ കിട്ടും. ഓ, തൽക്കാലം ഞാൻ ജഗദീഷിനെ വിശ്വസിക്കാം. നിങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ കച്ചവടം ഉറപ്പിക്കാം. താങ്ക്സ് മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.